നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അതിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീണ്ടും തമിഴകത്ത് എത്തിയിരിക്കുകയാണ്. 2 ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയാണ് നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ എത്തിയിരിക്കുന്നത്. വൈകുന്നേരം 6 മണിയോടുകൂടി ചെന്നൈ വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന നരേന്ദ്രമോദി ചെന്നൈ നഗരത്തിൽ ഒരു റോഡ് ഷോ കൂടി പദ്ധതിയിടുന്നുണ്ട്. തമിഴിസൈ സൗന്ദരരാജൻ അടക്കം ചെന്നൈയിലുള്ള 3 സ്ഥാനാർത്ഥികളും നരേന്ദ്രമോദിക്കൊപ്പം ഈ റോഡ് ഷോയിൽ സജീവമായി തന്നെ പങ്കെടുക്കും. മാത്രമല്ല വെല്ലൂർ, കോയമ്പത്തൂർ, പൊള്ളാച്ചി എന്നിവിടങ്ങളിൽ നിന്നുള്ള പൊതുയോഗത്തിൽ കൂടി നാളെ മോദി പങ്കെടുക്കുന്നുണ്ട്. ഈ വർഷം 7ാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലേക്ക് എത്തുന്നത്. ഈ ആഴ്ച വീണ്ടും 2 ദിവസം കൂടി മോദി തമിഴ്നാട്ടിൽ തന്നെ പ്രചരണത്തിന് വേണ്ടി തുടരുകയും ചെയ്യും. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവിനോടനുബന്ധിച്ച് സാധാരണയായി എല്ലാ സംസ്ഥാനങ്ങളും ഒരുക്കാറുള്ളത് പോലെ തന്നെ വലിയ സുരക്ഷാ സന്നാഹങ്ങൾ തമിഴകത്തും ഒരുക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച ഫ്ലൈയിങ് സ്ക്വാഡും തമിഴകത്ത് വളരെ സജീവമാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 2 ദിവസത്തിനുള്ളിൽ തന്നെ ചെന്നൈ നഗരത്തിൽ നിന്നും 3.42 കോടി രൂപ ഈ ഫ്ലൈയിങ് സ്ക്വാഡ് പിടിച്ചെടുത്തിരുന്നു. രേഖകളില്ലാതെ കൊണ്ടുപോകുന്ന പണമാണ് ഫ്ലൈയിങ് സ്ക്വാഡ് പിടിച്ചെടുത്തത്. മാത്രമല്ല 702 ഫ്ലൈയിങ് സ്ക്വാഡുകളെയാണ് ഇക്കുറി തമിഴ്നാട്ടിൽ മാത്രം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചിട്ടുള്ളത്. ഇതിന് പുറമെ 702 നിരീക്ഷണ സംഘങ്ങളെ കൂടി തമിഴകത്ത് ഈ പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് വിന്യസിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച മാർച്ച് 16-ാം തീയതി മുതൽ തന്നെ രാജ്യത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ പരിശോധനകൾ രാജ്യമെമ്പാടും നടത്താനുള്ള സർവ്വ അധികാരവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് താനും. എന്തായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് മദ്യം, പണം, അതിനോടൊപ്പം തന്നെ സ്വർണ്ണാഭരണങ്ങൾ എന്നിവയൊക്കെയുമായി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മതിയായ രേഖകൾ കൂടി ഒപ്പം സൂക്ഷിക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പിൽ പണവും അല്ലെങ്കിൽ മദ്യവും ഒക്കെ ഒഴുക്കിക്കൊണ്ട് സൗജന്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പാട്ടിലാക്കുന്ന ഒരു പതിവ് പണ്ട് മുതലേ ദ്രാവിഡ പാർട്ടികൾക്ക് ഉള്ളതാണ്. ഇതിനൊരു അറുതി വരുത്താനുള്ള പോരാട്ടം കൂടിയാണ് തമിഴ്നാട്ടിൽ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ കൂടുതൽ സഹായകമാകുന്ന രീതിയിലാണ് ഇപ്പോൾ ഫ്ലൈയിങ് സ്ക്വാഡും അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.